അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തുൽ മുൽക്ക് നമ്മൾ ഓരോ ആയത്തുകളും തജ്വീദ് അനുസരിച്ചുകൊണ്ട് ഏതു ഭാഗങ്ങൾ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പാരായണം കൃത്യമായി ചെയ്യേണ്ടത്, തജ്വീദ് മഖ്റജ് ഒക്കെ കൃത്യമായി വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 8ാമത്തെ ആയത്ത് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് 9ാമത്തെ ആയത്ത് ഖാലൂ ബലാ ഖദ് ജാഅന എന്ന് തുടങ്ങുന്ന 9ാമത്തെ ആയത്ത് ഇൻഷാ അല്ലാഹ് എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ ബലാ ഖദ് ജാഅനാ നദീറൻ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇ وَقُلْنَا مَا نَزَّلَ اللَّهُ مِنْ شَيْءٍ إِنْ أَنْتُمْ إِلَّا فِي ضَلَالٍ كَبِيرٍ. ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഖാലു, ആ ഖാഫാണ്. ഖാഫിൻ്റെ മഖ്റജ് നമ്മുടെ നാവിൻ്റെ അങ്ങേ അറ്റം മേലെ അണ്ണാക്കിൽ മുട്ടിക്കുക. അതോടുകൂടി ആ അക്ഷരം തഫ്ഹീമിൻ്റെ അക്ഷരമായതുകൊണ്ട് തന്നെ അത് ഉച്ചരിക്കുന്ന സമയത്ത് വായ മൂടിയതായ രൂപത്തിൽ, വായ ഓപ്പൺ ആവാതെ, അഥവാ ക എന്ന് പറയാതെ കോ എന്ന് ഒരു ഗൗരവത്തോടുകൂടി ഒരു ഘനപ്പിച്ച് കോ എന്നാണ് അത് ഉച്ചരിക്കേണ്ടത്. ഒന്ന്. രണ്ടാമത് ശേഷവും ഒരു ഖാഫ് വരുന്നുണ്ട്, ഖദ് ജാഅന എന്നതിൻ്റെ ഖാഫ്, അത് അവിടെയും ശ്രദ്ധിക്കണം മഖ്റജ്. അതുപോലെ ജാഅന അവിടെ നീട്ടണം, മദ്ദു മുത്തസിലാണ്. 2 അലിഫിൻ്റെ ഖദ്ർ അഥവാ 2 വിരൽ നിവർത്തി മടക്കുന്ന സമയം നമ്മൾ നീട്ടണം. ആ ഒരു മദ്ദിൻ്റെ അടയാളം നമ്മൾ കാണുന്നുണ്ടാവും. ജീമിൻ്റെ ശേഷമുള്ള അലിഫിൻ്റെ മേലെ ഒരു വളഞ്ഞതായ ഒരു ചെറിയ രൂപത്തിലുള്ളൊരു വര. ഈ വര എവിടെ കണ്ടാലും അതിൻ്റെ അർത്ഥം സാധാരണഗതിയിൽ നമ്മൾ നീട്ടുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ നീട്ടണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഖദ് ജാഅന ഇങ്ങനെ നീട്ടണം. ശേഷം ശ്രദ്ധിക്കാനുള്ളത് നദീ, ആ ദാലാണ്. ദാലിൻ്റെ മഖ്റജ് പല ആളുകളും നസീ എന്ന് എന്ന ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടാണ് അത് ഉച്ചരിക്കാറുള്ളത്. എന്നാൽ അങ്ങനെയല്ല, മറിച്ച് നദീ, നാവിൻ്റെ ഈ അറ്റം മേലെ മുൻപല്ലിൽ മുട്ടിച്ച് ദീ ഇങ്ങനെ ഉച്ചരിക്കണം. നദീറ, ശേഷം അവിടെ മണിക്കണം. റഫ, ഇഖ്ഫ ആണ് നിയമം. ഖാലൂ ബലാ ഖദ് ജാഅനാ നദീറുൻ ഇങ്ങനെ. ശേഷം ഫകദ്ദബ്നാ, അവിടെയും ദാല് വന്നു. നമ്മളിപ്പോൾ പറഞ്ഞു നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൽ മുട്ടിച്ചിട്ട് ദാല് ഉച്ചരിക്കണം. ഫകദ്ദ ഇങ്ങനെ. ഫകദ്ദബ്നാ വഖുൽനാ, വാ. ശേഷം ശ്രദ്ധിക്കാനുള്ളത് വാവാണ്. വാവിൻ്റെ മഖ്റജ് പല ആളുകളും താഴെ ചുണ്ടും മേലെ മുൻപല്ലും ഉപയോഗിച്ച് വാ ഇങ്ങനെ ഉച്ചരിക്കുന്നു. അത് തെറ്റാണ്. മറിച്ച് വാ എന്ന് 2 ചുണ്ടുകൾ മാത്രം മാക്സിമം മുൻപോട്ട് കൂർപ്പിച്ചുകൊണ്ട് ആ 2 ചുണ്ടുകളിൽ നിന്നും മാത്രമാണ് വാവ് പുറപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ വാ വാ ഇങ്ങനെ ഉച്ചരിക്കണം. ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു, നസ്സലല്ലാഹു. അസ ശ്രദ്ധിക്കണം. സ എന്ന അക്ഷരത്തിന്റെ പ്രത്യേകത അത് ഉച്ചരിക്കുന്ന സമയത്ത് എന്ന ശബ്ദം പുറപ്പെടണം. അതുകൊണ്ട് നസ്സലല്ലാഹു, ശേഷം അല്ലാഹു. ഈ അല്ലാഹു എന്നത് തഫ്ഹീമാക്കി ഉച്ചരിക്കണം. തഫ്ഹീം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു, വായ അടഞ്ഞതായ രൂപത്തിൽ നാവ് ഇത് പറയുന്ന സമയത്ത് മേലേക്ക് ഉയരണം, നാവിൻ്റെ മധ്യഭാഗം. അല്ലാഹു, ഓ എന്ന ഒരു ഘനപ്പിച്ച ശബ്ദം പുറപ്പെടണം. അല്ലാഹു
മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ, മിൻ ഷൈഇൻ. നമ്മൾ നേരത്തെ നദീറ ഇവിടെ മണിക്കണം എന്ന് പറഞ്ഞ അതേ നിയമം ഇഖ്ഫാ. മിൻ ഷൈഇൻ, ഷീന് പറയുന്ന സമയത്ത് ഷ് എന്ന ശബ്ദം പുറപ്പെടണം. ഷൈഇൻ, ഇൻ ആതും, നേരത്തെ പറഞ്ഞ അതേ നിയമം ഇഖ്ഫാ മണിക്കണം. ആതും ഇല്ലാ ഫീ ളലാലിൻ ക, അവിടെയും മണിക്കണം. ളലാലിൻ ക ഇഖ്ഫാ, അവിടെയും മണിക്കൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ലോദിന്റെ മഖ്റജ്, ലൊലാൽ എന്നതിന്റെ ലോദിന്റെ മഖ്റജ്, നാവിന്റെ ഈ സൈഡ് ഭാഗം മേലെ അണപ്പൽ, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ചവക്കുന്ന പല്ലിൽ എന്ത് ചെയ്യുക, മുട്ടിക്കുക. ലോ, പല ആളുകളും നാവ് വെളിയിലേക്ക് കൊണ്ടുവന്ന് ലോ ഇങ്ങനെ ഉച്ചരിക്കാറുണ്ട്, അത് തെറ്റാണ്. മറിച്ച് നാവ് ഉള്ളിൽ തന്നെ ആയിരിക്കണം, നാവിന്റെ ഈ സൈഡ് ഭാഗമാണ് മേലെ അണപ്പല്ലിൽ മുട്ടിക്കേണ്ടത്. ലൊലാലിക മണിക്കണം. കബീർ, ആ റാ തർക്കീക്കാക്കി കബീർ എന്നുച്ചരിക്കാതെ കബീർ, രാ മലയാളത്തിലെ രാ എന്ന ഉച്ചാരണത്തോടു കൂടിയാണ് അവിടെ നിർത്തേണ്ടത്. സദഖല്ലാഹുൽ അലീം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.